ഇപ്പോൾ നമ്മൾ കാണുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ഭാഗമാണ്. പറയുന്നത് ഇങ്ങനെയാണ്, അവിടുത്തെ ഒരു വിദ്യാർത്ഥി തന്നെയാണ് പറഞ്ഞത്. മെഡിക്കൽ കോളേജിലെ പഠനം ഗംഭീരം, ഹോസ്റ്റൽ ബീഹാറിൽ ഉള്ളതിനെക്കാട്ടും മോശമാണ്. അപ്പോൾ ഇത് കാര്യക്ഷമതയില്ലാത്ത മാനേജ്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത്. സർക്കാരിൻ്റെ കീഴിലിരിക്കുന്നതാണ് മെഡിക്കൽ കോളേജുകൾ. അതിൻ്റെ കെട്ടിടത്തിന് കേടുപാടുകളുണ്ടോ, അതിന് ബലമുണ്ടോ, വെള്ളപ്പൊക്കം വന്നാൽ അതിനെ അതിജീവിക്കുമോ, ഭൂമി കുലുക്കം വന്നാൽ അതിനെ അതിജീവിക്കുമോ, മറ്റേതെങ്കിലും പ്രകൃതിക്ഷോഭം വന്നാൽ അതിനെ അതിജീവിക്കുമോ, അതിനെത്ര വർഷം പഴക്കമുണ്ട്, അതിന് ഏത് പ്രതിസന്ധിയും അതിജീവിച്ച് നിൽക്കുവാൻ കഴിയുമോ, ഇതൊക്കെ സർക്കാർ അറിയേണ്ടത് ആവശ്യമാണ്. അല്ലാണ്ട് വീണിട്ട് പിന്നെ ഏതെങ്കിലും എതിർപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ കുറ്റം ആരോപിക്കുമ്പോൾ അതിനെ വിളിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ മുൻകൂട്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം സർക്കാരിൻ്റെ ഉടമസ്ഥതയിലിരിക്കുന്ന കെട്ടിടങ്ങൾ, സ്ഥാപനങ്ങളൊക്കെ അത് ഭംഗിയായി പരിപാലിക്കേണ്ട കടമ സർക്കാരിനുണ്ട്. അത് ഭംഗിയായി പരിപാലിച്ചില്ലെങ്കിൽ അത് ദുഃഖകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ഞെട്ടിക്കുന്ന വേറൊരു വാർത്ത വന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മതിലും ഇടിഞ്ഞു വീണു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എന്തിനെ കാണിക്കുന്നു? ഇത് കാണിക്കുന്നത് ജീർണിച്ചിരിക്കുന്ന മതിലുകളാണ് എല്ലായിടത്തും ഉള്ളത്. അത് കൂടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ സർക്കാരിന് തന്നെയാണ് നാണക്കേട്. കഴിഞ്ഞ ദിവസം ഒരിടത്ത് ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ്, ഹോസ്പിറ്റലിലെ കെട്ടിടമായിരുന്നു. അതിൽ ഒരു സ്ത്രീ മരിച്ചു. അതിനുള്ളൊരു സ്ത്രീ ഉണ്ടെന്ന് പോലും അവിടെ വന്ന് നോക്കിയ മന്ത്രിയായിട്ടുള്ള വീണ ജോർജിന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അത് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നോക്കേണ്ട ഒരു കാര്യമാണ്. കേരളം ഭരിക്കാൻ അവർക്ക് അവസരം കിട്ടുമ്പോൾ മറ്റൊരാളെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടയാവരുത്. എല്ലാം വൃത്തിയിലും ഭംഗിയിലും ഉത്തരവാദിത്തോടെയും ചെയ്യണം. എന്നാലേ നല്ലൊരു ഭരണം ആകുന്നുള്ളൂ.